പോസ്റ്റ്. ഇതാണ് ആ സംഗതി. വിദ്യുച്ഛക്തി വകുപ്പിന്റെ ചട്ടമനുസരിച്ച് സുമാർ 7 മീറ്റർ അല്ലെങ്കിൽ 9 മീറ്റർ ഉയരമുള്ളതും വൈദ്യുതി ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടൊപ്പം രാത്രികാലങ്ങളിൽ വെട്ടം തരുന്ന വൈദ്യുതി വിളക്കുകൾ ഘടിപ്പിച്ചിട്ടുള്ളതുമായ ഒറ്റത്തടിക്ക് സമാനമായ സംഭവം. ഇനി വഴിവിളക്ക്. അതിന് കീഴിലിരുന്ന് പഠിച്ച് ആരൊക്കെയോ എന്തൊക്കെയോ ആയിത്തീർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് അറിയാത്തവരിൽ എന്നെപ്പോലെ മറ്റൊരാൾ കൂടിയുണ്ട്. അയാളാണ് ഈ കഥയിലെ നായകൻ. ഇനി നമ്മൾ കാണാൻ പോകുന്ന പോസ്റ്റ്. ഇവൻ ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് പെരുവഴിയിൽ വന്നിരുന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടോ ചാറ്റിയോ രസിക്കുവാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഒന്നാമതായി ടിയാൻ്റെ കയ്യിലുള്ളത് ടാപ്പ് ഫോണേ അല്ല, മറ്റൊന്ന് ആ മുഖത്തെ പുഞ്ഞമാണ്. ഒരു വികാരനൗക ഇടിച്ച് തകർത്തതുപോലെ ഉണ്ടോ ആ മുഖഭാവം? സംഗതി മനസ്സിലായി. ഒളിച്ചോട്ടം പ്ലാൻ ചെയ്തു വന്നിരിക്കുന്നത് തന്നെ. ഇവൻ പോസ്റ്റ് ആകാതിരുന്നാലല്ലേ അതിശയമുള്ളൂ. പെണ്ണിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച ഇങ്ങനെ ഇരിക്കും. പണി മേടിച്ച് കെട്ടട്ടെ മരപ്പട്ടി. പാവം ചെക്ക. വഴിയാധാരം എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ അത് ഇവൻ തന്നെ. എന്നാലും എത്ര പെട്ടെന്ന് ഈ കാമുകന്മാരൊക്കെ പെരുവഴിയിലാവാം. ഇവന്റെ ഭാവി പോക്കായെന്ന് ഉറപ്പായിരുന്നു. ആ സന്തോഷത്തെയും റിവൈൻഡ് പോയി നമുക്കൊരു റൊമാൻസ് സീൻ കണ്ടിട്ട് തിരികെ വരാം. അപ്പോ ചെക്കൻ ഇവിടെ വന്ന് പെട്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഒരുത്തൻ പെരുവഴിയിലാകുമ്പോൾ ഒരു സാധാ മലയാളിക്കുള്ള സന്തോഷം എനിക്കുമുണ്ട്. ഇവൻ ഇത് തന്നെ വന്നം. നമ്പർ യു ഹാവ് കോൾഡ് ഈസ് സ്വിച്ച്ഡ് ഓഫ്. നിങ്ങൾ വിളിച്ച നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്.
അന്നും എന്നും എന്നും പെണ്ണിന് പണം തന്നെ കാമുകൻ. ഈ പുകഞ്ഞു തീരുന്നത് നിന്നോടുള്ള വിശ്വാസമാണ്. അല്ലെങ്കിലും നിന്റെ കാര്യത്തിൽ എനിക്കൊരിക്കലും വിശ്വാസമില്ലായിരുന്നു. എന്തെങ്കിലും ബാക്കിയുണ്ടായിരുന്നെങ്കിൽ അതിവിടെ തീരുന്നു. നിനക്കായി ഇവിടെ വന്നതുകൊണ്ട് എനിക്കുള്ള നഷ്ടം കൊച്ചു വെളുപ്പാങ്കാലത്തെ ഉറക്കവും പിന്നെ ജാടയ്ക്ക് വേണ്ടി അന്തൂർക്കാൻ്റെ കടയിൽ നിന്ന് വാങ്ങിയ ഫോറിൻ സിഗരറ്റിൻ്റെ കാശും. അല്ലാതൊരു നഷ്ടവും എനിക്കില്ലടി. എന്തടാ, ഞാൻ വരില്ലാന്ന് കരുതി നീ പോവാൻ തുടങ്ങുമായിരുന്നോ? ഏയ്, പിന്നെന്താ ഒരു വിശ്വാസമില്ലായക പോലെ? അത് പിന്നെ നിന്നെ കാണാതായപ്പോ നീ പപ്പയുടെ എലെങ്ങാനും പെട്ടോന്നൊരു പേടി. ഞാൻ എന്താ ഇത്ര വൈകിയെന്ന് നിനക്കറിയാവോ? നയൻ 916 വിശ്വാസമല്ലടാ വിശ്വാസം. അല്ലാതെ എന്തിൻ്റെ പ്യൂരിറ്റിയെ കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റും? വിശ്വസിക്കാവുന്ന സ്വർണ്ണം കയ്യിലുണ്ടെങ്കിൽ പിന്നെ ജീവിക്കാൻ എന്താ ബുദ്ധിമുട്ട്? എന്റെ വിശ്വാസം അതാണ്, എനിക്കല്ല. 916 വിശ്വാസം അല്ലടി എന്റെ വിശ്വാസം. വേണ്ട വേണ്ട, എന്റെ വിശ്വാസത്തെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. അതല്ലടി, നിനക്ക് എന്നോടുള്ള വിശ്വാസം. പ്രിയപ്പെട്ട അച്ഛന്, ഞാൻ ചന്തുവിനോടൊപ്പം പോവുകയാണ്. അച്ഛൻ എൻ്റെ വിവാഹത്തിന് കരുതി വെച്ചത് ഞാൻ കൊണ്ടുപോകും. എന്നും നന്ദിയോടെ, അച്ഛൻ്റെ മീനാക്ഷി. ഒരു ഗ്രാം തങ്കാഭരണങ്ങൾക്ക് ടിങ്കു ജ്വല്ലേഴ്സ്. മിന്നുന്നതെല്ലാം പൊന്നല്ലായിരിക്കും, പക്ഷെ പൊന്നിന് വില്ലുന്ന തിളക്കമുണ്ടെങ്കിൽ പിന്നെന്തിന് 916 പൊന്ന്?